നമസ്കാരം മക്കളെ. അങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അപേക്ഷകരുടെ എണ്ണം വന്നിരിക്കുകയാണ്. എത്ര പേരോടാണ് നമ്മൾ കമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ട് ഒരു ധാരണ നമുക്കുണ്ട്. അതായത് കൃത്യമായിട്ട് 576/2024 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ 4,57,900 പേരാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 4,57,900. അപ്പൊ മക്കളെ, നിങ്ങൾ എത്ര പേരോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? 4,57,900 പേരോടാണ് നിങ്ങൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ കഴിഞ്ഞ തവണ, അതായത് തൊട്ടു മുമ്പത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരം 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം 5,06,750 പേരായിരുന്നു. 5,06,750. കൃത്യമായിട്ട് പറഞ്ഞാൽ ഏതാണ്ട് 51,000 പേരുടെ കുറവ് എവിടെയുണ്ട്? ആപ്ലിക്കൻസിന്റെ എണ്ണത്തിലുണ്ട്. 51,000 പേരുടെ കുറവ് ആപ്ലിക്കൻസിന്റെ എണ്ണത്തിലുണ്ട്. 4,57,900 പേരാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ കഴിഞ്ഞ തവണത്തേനെക്കാട്ടിലും ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണ്. മക്കളിവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഇനിയും പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുമ്പോൾ ഇതിലും ആളിന്റെ എണ്ണം കുറയും. ഇത്രയും പേരും എന്ത് ചെയ്യത്തില്ല, പരീക്ഷ എഴുതാനായിട്ട് പോവില്ല. അപ്പൊ ഇവിടെ വീണ്ടും ഒരു കുറവ് സംഭവിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തേക്ക്. അപ്പൊ വീണ്ടും ആളുകളുടെ എണ്ണം കുറയും. അതിൽ നിന്ന് കുറച്ച് പേരായിരിക്കും പ്രിലിമിനറി പാസ്സായി മെയിൻസിന് വേണ്ടി പോകും. അപ്പൊ നിങ്ങൾ എന്തായാലും 4,57,900 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത്രയും പേരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെയാണ്, സെറ്റാണ്. ഇനി അത് 577/2024 എന്ന് പറയുന്ന കാറ്റഗറി ആണ് എങ്കിൽ അത് ആ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അതിനകത്ത് വരുന്നതാണ്. എല്ലാവർക്കും ഓപ്പൺ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല. 4,995. നേരത്തെ 4,440 ആയിരുന്നു എങ്കിൽ ഇപ്രാവശ്യം അതിലൊരു എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ഓപ്പൺ കാറ്റഗറിയിൽ 4,57,900 പേരോടാണ് നിങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നിങ്ങളുടെ പഠനവും ഉഷാറാവണം. എണ്ണവും വന്നു. ഇനി വെയിറ്റ് ചെയ്തിരിക്കാൻ നമുക്ക് സമയമില്ല. മാക്സിമം എഫോർട്ട് ഇടുക. മാക്സിമം സമയം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കാം. പറ്റുന്നതിന്റെ അത്രയും സമയം നിങ്ങൾ കൃത്യമായിട്ട് പഠനം നടത്തിക്കൊണ്ടേയിരിക്കാം. അതിന്റെ കാരണം, കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാൽ, അസിസ്റ്റന്റ് ഓർ ഓഡിറ്റർ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാൽ എഫക്റ്റിൽ വന്നത് 12/4/2023 428 ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത്. 428 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് 17/12/2024 ലാസ്റ്റ് അഡ്വൈസ് പോയത്. 12/4/2023 വന്ന റാങ്ക് ലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പം 2023, 2024, 25 then 26 കൂടി എന്ത് ചെയ്യുന്നു, ഈ റാങ്ക് ലിസ്റ്റ് അവസാനിയും. അപ്പോഴാണ് നിലവിലുള്ള ഈ എക്സാം പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത്. ഓക്കെയാണ്. ഇനി നോക്കിയേ, OCയിൽ നിന്ന് 290, EWS 323 റാങ്ക്, നമ്മുടെ ഈഴവയാണെങ്കിൽ 318, SC നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 23, ST സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 10, മുസ്ലിം 423, LC 789, OBC 304, വിശ്വകർമ്മ 458, SIUC നാടാർ 566, SCCC സപ്ലിമെന്ററി 3, ധീവര 695, ഹിന്ദു നാടാർ 610. ഇങ്ങനെയാണ് എന്ത് പോവുക, ലിസ്റ്റ് പോവുക. ഓക്കെ അല്ലേ? അപ്പം ആകെ 428 പേരെയാണ് അഡ്വൈസ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്യാവശ്യം 4.5 ലക്ഷം പേരോടാണ് കോമ്പീറ്റ് ചെയ്യാൻ പോവുക. ഇത്രയും വേക്കൻസിയാണ് പോവുക. അപ്പം നന്നായിട്ട് ഇനിയും എന്ത് ചെയ്യണം, പഠിക്കണം. പറ്റുന്നതിന്റെ മാക്സിമം എഫോർട്ട് ഇട്ട്, നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ അത്രയും എഫോർട്ട് ഇട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ അതിനുള്ള സമയമാണ് ഇനിയും. നമുക്ക് എക്സാം, അതായത് നിലവിൽ നമുക്കൊരു 3-ാം തീയതിയാണ് അല്ലേ, നിലവിൽ 3-ാം തീയതിയാണ്. അപ്പൊ നമുക്ക് ഇനിയും എക്സാം എന്നത്തേക്ക് പ്രതീക്ഷിക്കാം. പ്രിലിമിനറി എക്സാം 2025 മെയ് ജൂലൈ മാസങ്ങളാണ്. മെയ് ഒരു പകുതിയോടുകൂടി ഒന്നാമത്തെ ഘട്ടം പ്രതീക്ഷിക്കാം. അപ്പൊ നമ്മുടെ മുന്നിൽ ഇനിയും കൃത്യമായിട്ടൊരു 100 ദിവസത്തിനടുത്താണ് പഠിക്കാനായിട്ടുള്ളത്. 2025 മെയ് ജൂലൈ മാസങ്ങളിൽ പ്രിലിമിനറി. മെയിൻസ് എക്സാം ആണെങ്കിൽ 2025 ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് അല്ലെ. 2025 ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളിലാണ് മെയിൻസ് എക്സാമിനേഷൻ ഉള്ളത്. പ്രിലിമിനറി വരുന്നത് അതിന് 100 ദിവസങ്ങളോളം നമ്മുടെ മുൻപിലുണ്ട്. അതിനുശേഷം ഒരു മാസം കൂടി, ഒരു 130 ദിവസങ്ങൾ മെയിൻസിന് കിട്ടും. അപ്പൊ ഇനിയുള്ള സമയങ്ങൾ കൃത്യമായി വ്യക്തമായി നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ, നന്നായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് കഴിയുള്ളൂ. അതിനുള്ള സമയം മാത്രമേ നമ്മുടെ മുൻപിൽ ഉള്ളൂ. അപ്പം ആ ഒരു സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. നമ്മുടെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഹിസ്റ്ററിയിൽ നിന്ന് പ്രിലിമിനറിക്ക് 10 മാർക്കിനാണ് വരിക. ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്കാണ്,
ദെൻ എക്കണോമിക്സ് ആണെങ്കിൽ 5 മാർക്ക്, സിവിക്സ് ആണെങ്കിൽ 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 5 മാർക്ക്, അതേപോലെ തന്നെ ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ് ആ ഒരു ഭാഗത്ത് നിന്ന് 10 മാർക്കുണ്ട്. ദെൻ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. ദെൻ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിങ് 20 മാർക്ക് വരുന്നുണ്ട്. ഇംഗ്ലീഷ് 20 മാർക്കുണ്ട്. മലയാളത്തിന് 10 മാർക്കുണ്ട്. അങ്ങനെ 100 മാർക്കിനാണ് എക്സാം വരിക. ഓക്കെ, അപ്പം പ്രിലിമിനറി ഘട്ടത്തിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഇത് മുഴുവൻ ഈ സിലബസിലെ 100 മാർക്കിന് ഞാൻ പഠിച്ചേ പോകുള്ളൂ എന്ന് വിചാരിക്കരുത്. അതൊരു ക്വാളിഫയിങ് പേപ്പറാണ്. അപ്പൊ അതിനെ ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് മാത്രമാണ് നമുക്ക് വേണ്ടത്. അത്തരത്തിൽ വേണം നമ്മുടെ പഠനവും മുന്നോട്ട് പോകാൻ. ക്ലിയർ അല്ലേ? അപ്പം വാരി വലിച്ച് എല്ലാം കൂടി പഠിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഓരോ സബ്ജക്റ്റിനെയും ഓരോ തരത്തിൽ വേണം നമുക്ക് സമീപിക്കാൻ. അങ്ങനെ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ഓരോ സബ്ജക്റ്റ് പ്രിലിമിനറി എക്സാമിന് നമുക്ക് എങ്ങനെ സമീപിക്കാം, ഹിസ്റ്ററി എങ്ങനെ സമീപിക്കണം, എല്ലാ സബ്ജക്റ്റിലും എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പോകാൻ പറ്റുമോ, ഏതൊക്കെ കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കുറച്ച് സമയം കൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട്സ്, അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് എങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കുറെ അധികം കമന്റ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചെയ്യും. കാരണം അതിന് ഒരു നല്ല എഫോർട്ട് ആവശ്യമാണ്. നല്ല എഫോർട്ട് ഇട്ട് തന്നെ ആ ഒരു വീഡിയോ ചെയ്തു തരാം. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കൂടി ചെയ്തു തരാവുന്നതാണ്. അങ്ങനെ 100 മാർക്കിന്റെ പരീക്ഷയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ പഠനം നിങ്ങൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുവേണ്ടി സൂപ്പർ നോട്ട്സിന്റെ ഒരു അടിപൊളി ബാച്ച് നമ്മുടെ മുൻപിലുണ്ട്. 4 ലക്ഷം പേരോടാണ് നിങ്ങൾ മത്സരിക്കാൻ പോവുക. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കൃത്യമായുള്ള ഒരു കോച്ചിങ് കൂടി നിങ്ങൾക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മന്ത്ര ബാച്ച് നിലവിൽ അവൈലബിൾ ആണ്. 4,999 രൂപ എന്ന് പറയുന്ന പ്രൈസിലാണ് നിങ്ങൾക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് കഴിയുക. 350+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ ഉണ്ടാകും. അതേപോലെ 50+ അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ നിങ്ങൾക്ക് കിട്ടും. UPSC ക്വസ്റ്റ്യൻ മോഡലിലുള്ള ക്വസ്റ്റ്യനുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. കൃത്യമായിട്ടുള്ള എന്താണ് മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. മോട്ടിവേഷണൽ സെഷനുകൾ, അമൽ സാർ നേതൃത്വത്തിലുള്ള മോട്ടിവേഷണൽ സെഷനുകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ് മന്ത്ര ബാച്ച്. അപ്പൊ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇനി വൈകണ്ട. കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള സമയം ഇനി മുന്നിലുണ്ട്. ആ സമയം മെനക്കെടുത്തരുത്. ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ 7012303175 എന്ന് പറയുന്ന നമ്പറിലേക്കോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കൃത്യമായിട്ട് ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അവർ പറഞ്ഞു തരും. അപ്പം എന്താണ്, നമുക്ക് ബാച്ചിൽ കാണാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. 4 ലക്ഷം പേരുണ്ടെന്ന ചിന്തയൊന്നും വേണ്ട. നമുക്ക് ആദ്യ റാങ്കിലേക്ക് എത്താനായിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.